തിരുവചനാഗ്നിയാൽ മാനവരിൽ നിറയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ പേരിന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും സ്നേഹ ആദരവുകളുള്ള ഒന്നിനായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ മുന്നമേ എന്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി ഒരിക്കൽ കൂടി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ കാണുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും ദൈവം നൽകിയ അളവറ്റ കരുണകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ക്രമീകരിക്കുന്ന തിരുവചനാഗ്നിയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ആമുഖമായിട്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എന്റെ മാതാപിതാക്കളോടും ഓൺലൈൻ ശ്രോതാക്കളോടും പ്രത്യേകം ഈ തിരുവചനാഗ്നി എന്ന പ്രോഗ്രാമിന് വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. അവരോടുള്ളതായ നന്ദിയും സ്നേഹവുമെല്ലാം വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് അല്പസമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വിഷയം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 41 മുതൽ 52 വരെയുള്ളതായ തിരുവചന ഭാഗത്തിൽ നിന്നുമാണ് അടർത്തിയെടുക്കുന്നത്. ആ തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പരിശുദ്ധ കന്യകമറിയം അമ്മയുടെയും യോസേഫ് പിതാവിന്റെയും യേശു തമ്പുരാന്റെയും ഒരു കുടുംബ ജീവിതമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അമുഖമായിട്ട് അല്പസമയം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നതായ ഭവനങ്ങളിൽ, ആയിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ, ആയിരിക്കുന്നതായ അവസ്ഥയിൽ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്വർഗസ്ഥനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ അതിയേറെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഈ നേരം വരെയും കൃപയുടെ തണലിൽ ഞങ്ങളെ സൂക്ഷിച്ചു വെച്ച പരമപിതാവേ, ജീവിതത്തിന്റെ ഈ പകലിന്റെ അധ്വാനങ്ങളിൽ നിന്നും അലച്ചിലുകളിൽ നിന്നും ഓട്ടപ്രദക്ഷിണങ്ങളിൽ നിന്നും സ്വസ്ഥമായി നിന്റെ വചനത്തിൻ കീഴിലായിരിക്കുവാൻ, നിന്റെ പരിശുദ്ധമായ മദ്ബഹായുടെ മുമ്പിൽ ചേർന്നു നിൽക്കുവാൻ, അവിടുത്തെ കൃപയുടെ തണലിൻ കീഴിലായിരിക്കുവാൻ നീ നൽകിയ അളവറ്റ കരുണകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനമായ അധരങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ ബലഹീനമായ നാവ് കൊണ്ട് നിന്റെ സന്നദ്ധിയിലേക്ക് കേണപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ഗീതങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളുമെല്ലാം അവിടെ നിന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ദൈവമേ, അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുവാൻ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് അപേക്ഷിക്കുകയാണ്. കർത്താവെ, നിന്റെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുകയാണ്. മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടി കർത്താവെ, ഞങ്ങളുടെ ഈ നേരം വരെ കൂട്ടിച്ചേർത്ത വലിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. നിന്റെ ആഴമേറിയ കരുണയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുകയാണ്. സർവശക്തനായ ദൈവം തമ്പുരാനെ, ഈ സ്ഥലത്ത് നിന്റെ ജനത്തിന്മേൽ, ബലഹീനതയുള്ള മാനുഷിക സ്വഭാവത്തിന്റെ മേൽ കരുണ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം വരെ നീ നൽകുന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 41 മുതൽ 52 വരെയുള്ളതായ തിരുവചന ഭാഗം നമുക്ക് അല്പസമയം ഒന്ന് പഠിക്കാം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, യേശു തമ്പുരാന്റെ ആളുകൾ വർഷം തോറും പെസഹ പെരുന്നാളിൽ യെരുശലേമിലേക്ക് പോകാറുണ്ടായിരുന്നു. എന്നാൽ യേശുവിന് 12 വയസ്സായപ്പോൾ പെരുന്നാളിന് അവർ പതിവ് പോലെ ദേവാലയത്തിലേക്ക് പോകുകയുണ്ടായി. അവൻ പോയത് മറ്റാരുടെയും കൂടെയല്ല, യോസേഫ് പിതാവിന്റെയും പരിശുദ്ധ കന്യകമറിയം അമ്മയുടെയും കൂടെയായിരുന്നു ദേവാലയത്തിലേക്ക് പോയത്. എന്നാൽ ദേവാലയത്തിൽ ചെന്ന് അവർ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ കഴിഞ്ഞ് മാതാപിതാക്കൾ മടങ്ങി വരുമ്പോൾ തന്റെ പുത്രനെ കൊണ്ടുവരാതെ അവരവരുടെ വീട്ടിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ മകനെ കണ്ടില്ലല്ലോ എന്ന് ചിന്തിച്ച്
അവർ ഏറെ വ്യാകുലപ്പെട്ട് വേവലാതിയോടുകൂടി അവർ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നാൽ മാതാപിതാക്കൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരോടും മറ്റാളുകളോടൊപ്പം ഇരുന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതും വചനം പഠിക്കുന്നതുമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ഒരമ്മയുടെയും അപ്പന്റെയും സങ്കടങ്ങളും ഭാരങ്ങളും തന്റെ കുഞ്ഞിനോട് പകർന്നു കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും വചനം താഴോട്ട് നോക്കുമ്പോൾ അതാ മാതാവിന്റെയും പിതാവിന്റെയും ആജ്ഞ അനുസരിച്ച് അവരുടെ സങ്കടങ്ങൾ കേട്ടപ്പോൾ എല്ലാം മറന്ന് അവരോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് അല്പസമയം ഈ കൊച്ചു കുടുംബത്തിന്റെ ആ ജീവിത അനുഭവം പങ്കുവെക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഈ കുറച്ചു സമയം കുടുംബ ജീവിതത്തെ പറ്റി സംസാരിക്കുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലും എല്ലാം TV മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒത്തിരിയേറെ സങ്കടകരമായ വാർത്തകളൊക്കെ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ളതായ ബന്ധങ്ങൾ അകന്നു പോകുന്നതായ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. ഒത്തിരി വ്യാകുലപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ അല്പസമയം, ഈ അരമണിക്കൂർ സമയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ, ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞു തീർക്കണമെന്നെങ്കിലും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സങ്കടങ്ങളുണ്ടാകാം, ഭാരങ്ങളുണ്ടാകാം. എന്നാൽ അച്ഛൻ്റെ ഒരു കാര്യം ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നേക്കാൾ അനുഭവ പരിജ്ഞാനമുള്ളവരാണ് ഒരുപക്ഷെ എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത് കേൾക്കുന്നത്. എന്നേക്കാൾ കുടുംബ പരിജ്ഞാനവും വർഷങ്ങളോളം കുടുംബജീവിതം നയിച്ചിട്ടുള്ളതായ മാതാപിതാക്കളും ഒരുപക്ഷെ കുടുംബത്തിൽ സന്തോഷമായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കാം ഇത് കേൾക്കുന്നത്, കേൾക്കാൻ മനസ്സ് കാണിക്കുന്നെങ്കിലും അച്ഛൻ ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ആമുഖമായിട്ട് ഒരു കഥ, നടന്നതായ ഒരു സംഭവം നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരിക്കലും ഒരു കുടുംബത്തിൽ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഏറെ സന്തോഷത്തോടുകൂടി ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതായ സമയം. എന്നാൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. ഈ കുഞ്ഞുങ്ങളെ ഈ അപ്പൻ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പൻ ജോലിക്ക് വേണ്ടി പോയി. എന്നാൽ അതിനുശേഷം ജോലി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വീട്ടിൽ അനക്കം മുട്ടി നിശുദ്ധനായി സെറ്റിയിൽ കിടന്നുറങ്ങുന്നതായ തന്റെ ഭാര്യയുടെ അടുക്കിലേക്ക് ഈ പിതാവ് കടന്നു ചെല്ലുകയാണ്. പിതാവ് ചെന്ന് തന്റെ ഭാര്യയെ വിളിച്ചു. ജീവിതസഖിയെ വിളിച്ചപ്പോൾ അനക്കമില്ലാതെ കിടക്കുകയാണ്. ഇവളെയുമായി അടുത്തുള്ളതായ ആശുപത്രിയിലേക്ക് കടന്നു ചെന്നു. എന്നാൽ ഇവരുടെ കുടുംബജീവിതത്തിൽ നോക്കുന്നവർക്ക് ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ ഒന്നും ഏറെ ഇല്ലായിരുന്നു. എന്നാൽ ഈ പിതാവ് കുഞ്ഞുങ്ങളെ അവിടെ തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ നിർത്തിയിട്ട് ഈ മകളെയുമായി ആശുപത്രിയിലേക്ക് ചെന്നു. അല്പനേരത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഓടി വന്നിട്ട് ഈ ജീവിത സഖിയോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ മരണപ്പെട്ടു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് മരിച്ചു എന്ന് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഈ അപ്പൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഈ അപ്പൻ ഈ കുഞ്ഞുങ്ങളെയുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ അമ്മയെ ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ നിർവഹിച്ച് സെമിത്തേരിയിൽ കൊണ്ടുപോയി അടക്കി അന്ന് തന്നെ. എന്നാൽ ഈ കുഞ്ഞുങ്ങളും അപ്പനും വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നുമല്ല. അപ്പൻ വീടിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവരവരുടേതായ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഈ അപ്പൻ ചിന്തിച്ചു, എന്താണ് ഇന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ, അടുക്കളയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈ പിതാവ് കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു. താൻ ഏറെ സ്നേഹിച്ച തന്റെ ജീവിത പങ്കാളി മരണപ്പെടുന്നതിന് മുമ്പ് തന്റെ കുഞ്ഞുങ്ങൾക്കും തന്റെ ജീവിത സഖിക്ക് വേണ്ടതായ ആഹാരങ്ങളൊക്കെ ഒരുക്കി വെച്ച് അതാ അവരെ കാത്തിരിക്കുന്ന സമയത്താണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. അച്ഛൻ ഓർമ്മപ്പെടുത്തിയത് ആ മനുഷ്യൻ പിന്നീട് പറയുകയുണ്ടായി, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഈ നേരമായിട്ടും 2 കുഞ്ഞുങ്ങളുണ്ടായിട്ടും ഞങ്ങൾ തമ്മിലുള്ളതായ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ഭാര്യ എന്നെ പലപ്പോഴും സ്നേഹിച്ചപ്പോൾ, എന്റെ ഭാര്യ പലപ്പോഴും എന്നോട് കൂടെ നിന്നപ്പോൾ എനിക്ക് ആ സ്നേഹം തിരിച്ചറിയാതെ പോയല്ലോ എന്ന് ചങ്കത്തടിച്ച് നിലവിളിച്ച് തന്റെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്നതായ രംഗങ്ങളൊക്കെ ഈ സമയത്ത് ഓർത്തു പോകുകയാണ്. വാത്സല്യമുള്ളവരെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത സഖി ഇതൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്? ഇന്ന് പലപ്പോഴും സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു കുടുംബജീവിത ചരിത്രങ്ങളൊക്കെയാണ് നമുക്കൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ വേദഭാഗം എടുത്തു നോക്കുമ്പോൾ ഒരു തിരു കുടുംബത്തെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആദ്യമായിട്ട് ഒരു കുടുംബത്തിലെ അമ്മ ആരാണെന്ന് നമുക്ക് ചിന്തിക്കാം. ആരാണ് അമ്മ എന്ന് പറയുന്നത്? ആരാണ് അപ്പൻ? എന്റെ മുമ്പിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന
എന്റെ കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും അല്ലെങ്കിൽ എന്റെ സഹോദരന്മാർക്കും സഹോദരികൾക്കും ഉള്ളതായ ഒരു ചോദ്യമാണ്: ആരാണ് മക്കളെ അമ്മ? ആരാണ് അപ്പൻ? എന്താണ് അപ്പന്റെ സ്ഥാനം, അമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നത്? എന്നാൽ നിങ്ങളെ ഉപദേശിക്കുവാനും നിർദ്ദേശിക്കുവാനും ഒരുപക്ഷെ ഞാൻ ആളല്ല എന്ന് ആമുഖമായിട്ട് പറയുകയുണ്ടായി. എന്നാൽ എന്നേക്കാൾ ജീവിതം അനുഭവം ഉള്ളവർ തന്നെയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും. എന്നാൽ ഈ കൂടിച്ചേരലുകൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, വ്യത്യസ്തമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത്. പലപ്പോഴും പരസ്പരം പല കുടുംബങ്ങളുമായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു അൽമായനോ ഏത് സുവിശേഷകനോ ആയിക്കൊള്ളട്ടെ, അവരുടെ വായിൽ നിന്ന് വരുന്നതായ വചനം മാത്രം കേൾക്കുവാനാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ വ്യത്യസ്തമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇന്ന് നമ്മളെല്ലാം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒന്നിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ കൂടിച്ചേരലുകൾ എന്ന് പറയുന്നത് എന്താണ്? അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലത്തിൽ ഒരിക്കലും ഒത്തുചേരലുകൾ ഇല്ലാത്തതായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഒത്തുചേരലുകളൊക്കെ എവിടെയാണ്? ഇന്നെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആർക്കും ഒത്തുചേരലുകൾക്ക് താല്പര്യമില്ല. ആർക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ താല്പര്യമില്ല. തന്റെ സ്നേഹിതരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ താല്പര്യമില്ല. ഇന്ന് ഒന്നിനോടും താല്പര്യമില്ലാതെ വിരക്തിയായ അനുഭവത്തിലൂടെയാണ് ഇന്ന് മനുഷ്യൻ കടന്നു പോകുന്നത്. ഇന്ന് കുടുംബത്തിൽ മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങളില്ല, സ്നേഹിതരും തമ്മിലുള്ളതായ ബന്ധങ്ങളില്ല, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളതായ ബന്ധങ്ങളില്ല, ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളും അതിന്റെ ഉടമസ്ഥനും തമ്മിൽ ബന്ധങ്ങളില്ല, അപ്പൻ മക്കൾ തമ്മിൽ ബന്ധങ്ങളില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു രീതിയിലും ആരുമായി പരസ്പരം ബന്ധങ്ങളില്ലാത്തതായ ഒരു സാഹചര്യത്തിലാണ് നാം കടന്നു പോകുന്നത്. എന്നാൽ അവിടെയെല്ലാം നാം ഓർത്തെടുക്കണം, എന്താണ് കുടുംബം, അല്ലെങ്കിൽ എന്താണ് ഈ കുടുംബത്തിൽ നടക്കുന്നത്, അവിടെ ആരൊക്കെയാണ് ഉള്ളത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മാത്രം എടുത്തു നോക്കിയാൽ മതി. അച്ഛൻ എന്ന് പ്രസംഗിക്കുമ്പോൾ അച്ഛന്റെ കുടുംബത്തെയാണ് എടുത്തു നോക്കുന്നത്. എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുമടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. എന്നാൽ എന്റെ പിതാവും മാതാവും എന്റെ ജ്യേഷ്ഠനും കുടുംബവുമായിട്ടുള്ള വലിയൊരു കുടുംബം. ഞാൻ എന്റെ കുടുംബത്തെ മാത്രം എടുത്താണ് ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ മാത്രം എടുത്ത് ഇന്ന് ചിന്തിക്കണം. അച്ഛൻ പറയാൻ വേണ്ടി പോകുന്നതായ ഈ വാക്കുകളെല്ലാം എന്റെ കുടുംബത്തിൽ അത് എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ, ആരാ അമ്മ എന്ന് പറയുന്നത്? ആരാ അമ്മ എന്ന് പറയുന്നത്? മക്കളായി നമുക്ക് ഹൃദയത്തിൽ സ്നേഹമായി നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അമ്മ. നമുക്കൊക്കെ ഏറ്റവും സ്നേഹിക്കുവാൻ ഈ ലോകത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അമൂല്യമായ ഒരു നിധിയാണ് അമ്മ എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ ഒരു അമ്മ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ പോയി പറഞ്ഞ് ആ മാനിടത്തിങ്കിൽ ആ ഹൃദയത്തോട് ചാരിക്കിടന്നുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ കേൾക്കുവാൻ മനസ്സ് കാണിക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് തലോടിക്കൊണ്ട് സാരമില്ലട മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒന്ന് തലോടുവാൻ, ഒന്ന് പുഞ്ചിരിയോടുകൂടി നോക്കുവാൻ മറ്റാർക്കും സാധിക്കില്ല. നമ്മുടെ അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് മഹാസാഗരങ്ങളെക്കാൾ ആഴമേറിയ ഒന്നാണ് അമ്മ എന്ന് പറയുന്നത്. ഈ ഭൂമിയേക്കാൾ ഏറ്റവും ഭാരമുള്ള ഒരു വസ്തുവാണ് അമ്മ. തീർന്നില്ല, ആർക്കൊക്കെയോ വേണ്ടി മുറിഞ്ഞു തീരുന്ന, ആർക്കൊക്കെയോ വേണ്ടി എരിഞ്ഞു തീരുന്ന ഒരു ഹൃദയമാണ് അമ്മ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ, ഇത് നാം ചിന്തിക്കുമ്പോൾ, ഇന്നത്തെ വേദഭാഗമായി എടുത്തു നോക്കുമ്പോൾ, ഈ ഭൂമിയിൽ നമുക്കൊരു അമ്മയുണ്ടെങ്കിൽ ഇതുപോലെ സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ട്, അല്ലെ? സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ട്. സുന്ദരിയും സുമുഖിയുമായ കിനാവിലേക്ക് അഗ്നി കോരിയിട്ടുകൊണ്ട് തമ്പുരാനെ സ്വീകരിച്ച ഒരമ്മ. അമ്മയുടെ ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങളാണ് കടന്നു വന്നല്ലേ? ചരിത്രത്തിന്റെ അമ്മയായി തീർന്ന പരിശുദ്ധ കന്യക മറിയം അമ്മ. ഇവിടെ ആദ്യമായിട്ട് ആമുഖമായി നമുക്ക് പഠിക്കുവാനുള്ളത്, പതിവ് പോലെ ഇവർ ദേവാലയത്തിലേക്ക് പോയി. എങ്ങനെ പോയത്? അവരൊരു കുടുംബമായിട്ട് പോയല്ലേ? നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 41:2-41 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, അവർ കുടുംബമായിട്ടാണ് പോയത്. മാതാവും പിതാവും കുഞ്ഞുമടങ്ങുന്ന ഒരു കുടുംബമായിട്ട് ഇന്ന് ദേവാലയത്തിലേക്ക് പോവുകയാണ്. അച്ഛൻ ഓർപ്പിക്കട്ടെ, കുടുംബമായിട്ട് നമ്മൾ ഇന്ന് എത്ര പേർ പോകുന്നുണ്ട്? നമ്മുടെ ജീവിത പങ്കാളിയും നമ്മുടെ കുഞ്ഞുങ്ങളുമായി സന്തോഷത്തോടു കൂടി എത്ര കുടുംബങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കണം. അച്ഛനൊരു പുസ്തകം വായിച്ചപ്പോൾ അവിടെ നടന്നതായ ഒരു സംഭവം ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പാകെ ഓർപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, രണ്ട് കുടുംബങ്ങളുടെ താരതമ്യം, അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളുടെ വ്യത്യസ്തമായ ജീവിത ശൈലിയെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒരാൾ ഒരു റോഡിന്റെ വഴിയരികിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മനോഹരമായ, ഈ ലോകത്തിൽ ഏറ്റവും വിലമതിക്കുന്നതായ മനോഹരമായ ഒരു കാറിൽ ഒരു കുടുംബം യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ ആ കാറിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ വണ്ടി ഓടിക്കുന്ന ഈ വീട്ടിലെ കുടുംബത്തിലെ നാഥൻ
അല്ലെങ്കിൽ അവിടുത്തെ പിതാവ്, ആ പിതാവിന്റെ 2 ചെവിയിലും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് അദ്ദേഹം വണ്ടി ഓടിക്കുകയാണ്. സൈഡിൽ നോക്കുമ്പോൾ തന്റെ ജീവിത പങ്കാളി ഒരു മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കണ്ണട നോക്കിക്കൊണ്ട് തന്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ബൈക്കിലേക്ക് നോക്കിയപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. തീർന്നു. അതിനുശേഷം അതിന്റെ തൊട്ട് പിറകിലെ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ കടന്നു വരികയാണ്. ഈ മനുഷ്യൻ വീണ്ടും ആ ഓട്ടോറിക്ഷയിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച പിതാവും മാതാവും 2 കുഞ്ഞുങ്ങളും അടക്കുന്നതായ കുടുംബം, സാധുക്കളായ കുടുംബത്തിൽ അവർ ചിരിച്ചും കളിച്ചും രസിച്ചും കൊണ്ട് അവരുടെ ജീവിതത്തെ ഇങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഏത് കുടുംബത്തിലാണ് ഞാനും നിങ്ങളും ജനിച്ചത്? ഏത് കുടുംബത്തിലൂടെയാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത്? ഏത് അപ്പന്റെയും അമ്മയുടെയും മക്കളായിട്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്? നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് നാം മറന്നു പോകരുത്. നമ്മൾ ഇന്ന് ആരുടെ കൂടെയാണ് വന്നിരിക്കുന്നത്? നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നവരാണ്. അപ്പനും അമ്മയോടൊപ്പം പോകുന്നുണ്ടോ? അല്ലെങ്കിൽ മാതാപിതാക്കളായി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, എന്നാൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നാം സ്വയം ചിന്തിക്കണം. എന്നാൽ കുടുംബം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കൂടാരത്തെ വിളിക്കുന്ന പേരാണ്. കുടുംബം എന്ന് പറയുന്നത് കട്ട കൊണ്ടോ സിമന്റ് കൊണ്ടോ അല്ലെങ്കിൽ മണിമന്ദിരങ്ങൾ, ആഡംബര വീടുകൾ പണിതുയർത്തിക്കൊണ്ട് ജീവിക്കുന്നതല്ല ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഭവനം എന്ന് പറയുന്നത്. എന്നാൽ സ്നേഹത്തിന്റെ ജീവവായുവിനാൽ പണിയപ്പെട്ട, സ്നേഹത്തിന്റെ ജീവവായു കടന്നു പോകുന്നതായ ഒരു സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. വീടിന് മുമ്പിൽ നമ്മുടെ വാഹനങ്ങൾ നിർത്തിയിട്ട് നമ്മൾ വീടിനകത്തേക്ക് വാതിൽ തുറന്ന് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സമാധാനം കിട്ടുമോ? എന്നാൽ ആ കുടുംബത്തിന്റെ ഉള്ളിൽ വാതിൽ തുറന്ന് കടന്നു ചെല്ലുമ്പോൾ തന്റെ ജീവിത സഖി എഴുന്നേറ്റ് വന്ന് സ്നേഹത്തോടുകൂടി ഒരു ചുംബനം തന്നുകൊണ്ട് നമ്മെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കളിക്കുവാനായി പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് കളിയും ചിരിയുമായി ജീവിക്കുന്ന കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിൽ നാം ഇറങ്ങി പുറപ്പെടുന്നതായ ജോലി മേഖലകളായിക്കൊള്ളട്ടെ, നാം ഇറങ്ങി പുറപ്പെടുന്നതായ ഏത് സ്ഥലങ്ങളായിക്കൊള്ളട്ടെ, എവിടെയായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം നമുക്ക് സമാധാനം ലഭിക്കുമെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഞാൻ എന്റെ ആമുഖ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. 2-3 കാര്യങ്ങൾ മാത്രം പങ്കുവെച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഒന്നാമതായിട്ട് തിരുകുടുംബത്തെ പറ്റി നമുക്ക് പഠിക്കാം. നമ്മൾ പഠിച്ചു യോസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ കന്യകമറിയം അമ്മയുടെയും യേശു തമ്പുരാനും അടങ്ങുന്നതായ ഒരു തിരുകുടുംബത്തെ പറ്റി നമ്മൾ കാണുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ ഭിത്തികളിൽ മനോഹരമായ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലേ, തിരുകുടുംബത്തിന്റെ ഫോട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടത് എന്ന് വിശ്വസിക്കുകയാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ ആ ഫോട്ടോയിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ സമയത്ത് തന്നെ തിരിഞ്ഞൊന്ന് നിങ്ങൾ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കേ. നിങ്ങളുടെ വീടുകളിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ പിതാവിന്റെയും മാതാവിന്റെയും നടുവിൽ ചേർന്ന് നിൽക്കുന്നതായ ഒരു കുഞ്ഞ് യേശു തമ്പുരാനെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലേ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടോ? നിങ്ങളുടെ മക്കളും ജീവിത പങ്കാളിയും ഇരിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് എല്ലാ ദിവസവും അതിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, ഒന്ന് സന്തോഷം പങ്കിട്ടുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആ ഫോട്ടോയിൽ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ടോ? ഇതൊക്കെ നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് അതിനായി പ്രവർത്തിച്ച ഒരു കുടുംബനാഥനെ കാണുന്നുണ്ട്. മറ്റാരുമല്ല, യോസേഫ് പിതാവിനെ, അല്ലേ? യോസേഫിന്റെ ജീവിതം കാണുന്നുണ്ട്. കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കന്യക ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന്, അല്ലെങ്കിൽ ആ കന്യക ഗർഭം ധരിച്ച് ഒരു മകൻ അല്ലെങ്കിൽ കർത്താവ് അവളിൽ ഉരുവാകുമെന്നെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ തന്റെ 13-14 വയസ്സുവരെയും പ്രായമെത്തുന്നതുവരെയും തന്റെ ജീവിതത്തിൽ ദൈവാലയം വിട്ടുപിരിയാതെ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ അല്ലെങ്കിൽ ആ ആർഭാടത്തിന് നിറവിലായിരിക്കുമ്പോൾ ദൈവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൾ ചേർന്ന് നിന്നപ്പോൾ എല്ലാം മറന്ന്, സർവ്വതും മറന്ന് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിച്ച്, ദൈവത്തെ മാത്രം ഓർത്ത് ജീവിച്ചവളുടെ ജീവിതത്തിൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കുഞ്ഞു ജനിക്കുമെന്ന് പറയുന്നതായ സമയം മുതൽ അവളുടെ ജീവിതത്തിൽ സങ്കടങ്ങളായി, പ്രയാസങ്ങളായി, ബുദ്ധിമുട്ടുകളായി. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് ചരിത്രം എഴുതിയിട്ടുണ്ട്. എന്താ? കന്യക ഗർഭം ധരിക്കുമെന്ന്. എന്ന പരിശുദ്ധ കന്യകമറിയം അമ്മ ആ എഴുത്തുകളെല്ലാം വായിക്കുമ്പോൾ അമ്മ ചിന്തിച്ചുന്ന ഇങ്ങനെയായിരുന്നു. പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട്. മശിഹായുടെ ജനനം കാത്തുവസിച്ച രാജകുമാരിയെ ദൈവം കണ്ടില്ല, എന്നാൽ ദാവീദിന്റെ കുടുംബത്തിൽ, ദാവീദിന്റെ വംശത്തിൽപ്പെട്ടതായ ഒരു കൊച്ചു മകളുടെ ജീവിതത്തിൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ അത്ഭുത വാർത്ത പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഈ വാർത്ത പറയുന്നതിന് മുമ്പ് ഈ യോസേഫ് പിതാവിനെ വിവാഹം നിശ്ചയിച്ച
ഒരു അമ്മയെ നമുക്ക് കാണുന്നുണ്ട്. നമുക്കറിയാം, യഹൂദ നിയമം പഠിക്കുമ്പോൾ ഈ കന്യക ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ തന്റെ പിതാവിന്റെ മുമ്പിലിട്ട് ഈ മകളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള നിയമം ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ യോസേഫ് പിതാവ് ഒരു നല്ല ജീവിത പങ്കാളി ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നല്ല ജീവിതത്തിന്റെ ഉടമയായതുകൊണ്ടാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗുണവിശേഷം എന്ന് പറയുന്നത് നൈർമല്യം, താഴ്മ, വിനയമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ മൂലം ആർക്കും ഒരു ദോഷം വരരുതെന്ന് ചിന്തിച്ചവനായിരുന്നു യോസേഫ് പിതാവ്. അതുകൊണ്ട് തന്നെയാണ് അവന്റെ നല്ല മനസ്സിനെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിന്റെ പിതാവിന്റെ സ്ഥാനം എത്രമാത്രം വലുതാണ്. അല്ലെങ്കിൽ ഒരു പിതാവ് ഒരു കുടുംബത്തിൽ ഒരു അപ്പൻ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, എന്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, അച്ഛനൊന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫോണിലേക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അപ്പ കോളിംഗ്, അമ്മ കോളിംഗ് എന്ന് വരുന്നില്ലെങ്കിൽ, വിളിക്കുന്നില്ലെങ്കിൽ അതിനൊക്കെ സങ്കടപ്പെടുന്നവരല്ല നിങ്ങൾ. എന്നാൽ അപ്പ കോളിംഗ്, അമ്മ കോളിംഗ് എന്ന് ഒരു ഫോൺ കോൾ വരുമ്പോൾ സന്തോഷിക്കുന്നവരായി തീരണം നിങ്ങൾ. അവരുടെ ഫോൺ അത്രമാത്രം, അല്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മളിലേക്ക് അത്രമാത്രം ചേർത്ത് വെക്കേണ്ടവരാണ്. ഒരപ്പന്റെയും അമ്മയുടെയും സ്നേഹം എന്ന് പറയുന്നത്, അവരുടെ കരുതൽ എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങൾ കണ്ടപ്പോൾ എന്തിനു പറയുന്നു, സ്വന്തം അപ്പനെയും അമ്മയെയും പിച്ചു ചീന്തുന്നതായ, അല്ലെങ്കിൽ വെറുതെ കൊന്നു കളയുന്നതായ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ, പ്രിയമുള്ളവരെ, നാം മറന്നു പോകരുത് നമ്മുടെ അപ്പന്റെയും അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിലെ മകൾ ക്യാൻസർ ബാധിച്ച് ഏറെ സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുഞ്ഞിനെയുമായി ആശുപത്രിയിലേക്ക് ചെന്നു. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് 2 ദിവസം കിടക്കാൻ പറഞ്ഞു. എന്നാൽ ഈ കുഞ്ഞ് ഏറെ സങ്കടത്തോടുകൂടി നിലവിളിക്കുകയാണ്. മറ്റൊന്നിനുമല്ല, തന്റെ അപ്പന്റെ കൂടെ കിടക്കുവാൻ വേണ്ടി. അത്രമാത്രം വേദന സഹിച്ചുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് അപ്പന്റെ കൂടെ ഒരു രാത്രി കിടന്നുറങ്ങുവാൻ വേണ്ടി ഏറെ ആഗ്രഹിക്കുകയാണ്. അപ്പൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, ഞാനും എന്റെ കുഞ്ഞിന്റെ കൂടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, സാധിക്കില്ല, എന്നോടൊന്നും തോന്നരുത്. ഡോക്ടർ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് ICU ആണ്, അവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പൻ ഈ ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടർ, എന്റെ കുഞ്ഞ് കരയുമ്പോൾ എന്റെ കുഞ്ഞിനോട് പ്രത്യേകം പറയണം, മോള് വിഷമിക്കേണ്ട, അപ്പൻ പുറത്ത് മോള് കിടക്കുന്ന കട്ടിലിന്റെ സൈഡിലെ ഭിത്തിയിൽ അപ്പൻ ചേർന്നിരിപ്പുണ്ട്, അപ്പന്റെ ചൂട് മോൾക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മകൻ ഈ ICU വാർഡിന്റെ പിറകിലെ ഭിത്തിയിൽ, ഈ കുഞ്ഞ് കിടക്കുന്ന കട്ടിലിന്റെ സൈഡിൽ ഭിത്തിയിൽ ചേർന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഡോക്ടർ ആ വാർഡിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച, ഈ തന്റെ പിതാവ് കുഞ്ഞു കിടക്കുന്ന കട്ടിലിന്റെ സൈഡിലെ ഭിത്തിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുമ്മന കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. രാത്രി മുഴുവനും ഉറങ്ങാതെ ഈ പിതാവ് ഈ കുഞ്ഞിന്റെ കിടക്കുന്ന കട്ടിലിന്റെ ഭിത്തിയിൽ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഒരു അപ്പൻ എന്ന് പറയുന്നത്, അല്ലെ? വായിച്ചു തീരാത്ത ഒരു പുസ്തകത്തിന്റെ പേരായി ഇന്ന് അപ്പൻ മാറുമ്പോൾ, അച്ഛൻ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് മറന്നുപോകാതെ സൂക്ഷിച്ചു വെക്കണം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, വൈദിക സെമിനാരിൽ പഠിക്കുന്ന സഞ്ജു എന്ന് പറയുന്നതായ ഒരു മകന്റെ ആകസ്മികമായ ഒരു മരണം ഒരുപക്ഷെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നിങ്ങൾ കണ്ടതാണ്. അവിടെ വന്ന് കാണാത്ത, കരഞ്ഞു പോകാത്ത ഒരാൾ പോലും ഉണ്ടാകില്ല. എന്നാൽ ബലഹീനായി എനിക്ക് അവിടെ പോകുവാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ എന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആ രംഗങ്ങളൊക്കെ കാണുകയുണ്ടായി. ആദ്യോടൊന്നും കണ്ടപ്പോൾ എന്റെ ജീവിതത്തിൽ ആ ശുശ്രൂഷ മുഴുവനും കണ്ണുനീരോട് കൂടി മാത്രമാണ് കാണുവാൻ സാധിച്ചത്. എന്നാൽ എന്നെ ഏറെ സങ്കടപ്പെടുത്തിയതായ ഒരു കാര്യം, താനേറെ സ്നേഹിച്ച പിതാവും മാതാവും തന്റെ സഹോദരനും നിലവിളിക്കുന്നതായ ഒരു രംഗം. ഒരു കുടുംബത്തിന്റെ സ്നേഹം, ഒരു കുടുംബത്തിന്റെ വാത്സല്യം, അത് നിങ്ങൾ കാണണം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം അങ്ങനെയാണോ? നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതം അങ്ങനെയാണോ? സ്നേഹം കൊണ്ട് വാരിപ്പൊതിയുന്ന കുടുംബജീവിതമായി തീരുവാൻ നമുക്ക് സാധിക്കണം. മനോഹരമായ ഒരു ഫിലിം, മലയാള സിനിമയിലെ ഒരു ഫിലിം, അതിലൊരു പാട്ടിങ്ങനെ ഉണ്ട്. ഞാൻ ആ പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ ആ പാട്ട് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. എത്രയോ ശ്രേഷ്ഠമായ വരികളാണ്. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണ് എനിക്ക് ഏറെ ഇഷ്ടം. പ്രിയമുള്ളവരെ, ഈ ലോകം എവിടെയാണ്? വേദന നിറഞ്ഞതായ ലോകം, ദുരിതപൂർണമായ ലോകം, സ്വസ്ഥതയില്ലാത്ത ലോകം. ഈ ലോകത്തിലൂടെ നാം തള്ളി നീക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ
വിശുദ്ധ വേദപുസ്തകവുമായി നമുക്ക് ചേർന്ന് നിൽക്കാം. എത്രയോ മക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ എന്താ കാണുന്നത്? തന്റെ കുഞ്ഞിനെ ഓർത്ത് കരയുന്നു. എന്നാൽ ഇവരുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു യേശു തമ്പുരാൻ കാണുന്നുണ്ട്. അബ്രഹാം മുതൽ അങ്ങ് ഇയ്യോബ് വരെ നോക്കുമ്പോൾ ഒത്തിരി മക്കൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. തന്റെ ജീവിത പങ്കാളി പോലും തന്നെ ഉപേക്ഷിച്ചു കൊണ്ട് പോകുമ്പോൾ, തന്റെ ജീവിതത്തിലെ രോഗം കടന്നു വരുമ്പോൾ, അവരെ വരെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ കൈവിടാത്ത ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, നിങ്ങളൊക്കെ ഏറെ സ്നേഹിക്കുന്ന ആളുകൾ, നിങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം ഉണ്ടാകുന്നുണ്ടോ? നമുക്കറിയാം, തിരക്കുള്ള ഒരു ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിൽക്കുവാൻ പോലും സ്ഥലമില്ലാതെ അങ്ങനെ തിങ്ങിഞ്ഞെരുങ്ങി നിൽക്കുമ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ നിങ്ങൾക്ക് തോന്നും, അല്ലേ? ഇതൊരു പഴമൊഴിയാണ്. എന്നാൽ നിങ്ങളേറെ സ്നേഹിക്കുന്ന തന്റെ ജീവിത പങ്കാളിയോ തന്റെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ തന്റെ സുഹൃത്തുക്കളോ ആരെങ്കിലും ആ ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ തിരക്കോ അല്ലെങ്കിൽ അവിടെ തിക്കും തിരക്കും ഒന്നും നമുക്ക് ആർക്കും അനുഭവപ്പെടില്ല. പക്ഷെ ആ സ്നേഹവും വാത്സല്യവും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഏകാന്തത നഷ്ടപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ജീവിതത്തിൽ അല്പസമയം ഓർത്തു പോകുകയാണ്. എന്റെ പിതാവും മാതാവും അവരുടെ സ്നേഹവും വാത്സല്യവും എല്ലാം ഞാനിന്ന് കണ്ടുപഠിച്ചവനാണ്. എന്നാൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, എന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞതായ അല്ലെങ്കിൽ എന്റെ ചെറുപ്പ കാലഘട്ടങ്ങളൊക്കെ ഓർക്കുകയാണ്. എന്നാൽ സ്നേഹം മാത്രം നൽകി ഞങ്ങളെ വളർത്തി വലുതാക്കിയ അപ്പനും അമ്മയും അത് ഓർമ്മപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതവും അപ്രകാരമായി തീരണം. മദർ തെരേസ പറഞ്ഞതായ ഒരു വാക്കിങ്ങനെ ഞാൻ ഓർത്തു പോകുകയാണ്. ഡു യു നോ വെയർ യുവർ ചിൽഡ്രൻ ആർ നൗ? നിങ്ങളുടെ മക്കൾ ഇപ്പോൾ എവിടെയാണ്? നിങ്ങളുടെ മക്കളിപ്പോൾ എവിടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഞായറാഴ്ച ദിവസങ്ങളിൽ ദേവാലയത്തിൽ വിടുവാൻ പോലും നമുക്കാർക്കും സമയമില്ല, അല്ലേ? ഞായറാഴ്ച ദിവസമാണ് കൊച്ചുങ്ങളെ സ്വിമ്മിംഗ് പൂളിൽ വിടുന്നത്, ട്യൂഷൻ ക്ലാസ്സുകളിൽ വിടുന്നത്, ഡാൻസ് പ്രാക്ടീസിന് വിടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്നാണ് സമയമുള്ളൂ. അത് മാതാപിതാക്കളാണ് അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്നത്. എന്നാൽ സൺഡേ സ്കൂളിൽ വിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? രണ്ടാമതായിട്ട് ഓർക്കുവാൻ വേണ്ടി പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. കൊയിനോണിയ എന്ന വാക്ക്, കൂട്ടായ്മ, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന മക്കളായി തീരണം. പ്രിയമുള്ളവരെ, വചനത്തിന്റെ താഴെ കാണുന്നുണ്ട്, യേശു തമ്പുരാനെ നോക്കിക്കൊണ്ട് മാതാവും യൗസേപ്പ് പിതാവും വന്നപ്പോൾ അവൻ ആ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് തന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ ജീവജാലങ്ങൾക്കെല്ലാം അനേകം പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്കറിയാമോ, മത്സ്യത്തിന് ജീവിക്കുവാൻ വെള്ളം വേണം, അല്ലെങ്കിൽ അതിന്റെ ആ ജീവവായു വെള്ളത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിന്റെ യാത്ര മുഴുവനും കടലിൽ ഒരു കൂട്ടത്തോടൊപ്പമാണ്. മത്സ്യങ്ങളായാലും തനിയെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കൂട്ടമായിട്ടാണ് കടന്നു പോകുന്നത്. മനുഷ്യനെന്ന് പറയുന്നതും ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം പഠിക്കും കാണുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടുകൊണ്ട് അവനൊരു ജീവിത പങ്കാളിയെ കൊടുക്കുന്ന ഒരു യേശു തമ്പുരാനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കുടുംബജീവിതത്തിലെ കൂട്ടായ്മ എവിടെയാണ്? ഡിവോഴ്സിന്റെ കാലഘട്ടത്തിലൂടെ ഇന്ന് പലപ്പോഴും മനുഷ്യൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് വിവാഹ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നതായ ഒരു പറ്റം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ, അച്ഛൻ ചോദിക്കട്ടെ, ഓപ്പണായിട്ട് വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, മനസ്സ് തുറന്ന് നിങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് വീട്ടിലൊന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇന്ന് പലപ്പോഴും ഒരു ലോഡ്ജിന് തുല്യമായിട്ട് ഇന്ന് കുടുംബം മാറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ വന്ന് കയറി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് വേണ്ടി ഓടുകയാണ്. പണമുണ്ടാക്കുവാൻ വേണ്ടി, സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി. അവിടെയൊക്കെ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബജീവിതം അല്ലേ? നമ്മുടെ മക്കളുടെ ജീവിതം അല്ലേ? അവരുടെ സ്നേഹമല്ലേ? പിന്നെ എങ്ങനെയാ നമ്മുടെ മക്കൾ നശിച്ചു പോകുന്നത്? ഇന്ന് പലപ്പോഴും മക്കൾ വഴിപിഴച്ചു പോകുമ്പോൾ മാതാപിതാക്കൾ ഭാരപ്പെടുന്നുണ്ട്. ഭാരപ്പെട്ടിട്ട് എന്ത് കാര്യമുള്ളേ? മർത്തോമ സഭയുടെ ഫിലിപ്പോസ് ക്രിസോസ്റ്റം തിരുമേനി എല്ലാവർക്കും അറിയാം, വളരെ ഹാസ്യരൂപേണ സംസാരിക്കുന്ന ആളാണ്. തിരുമേനിയുടെ അടുക്കൽ ഒരിക്കലും ഒരു മനുഷ്യൻ ചോദിച്ചു, തിരുമേനി എന്തിനാ ഈ താടി വളർത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞ വാക്കിങ്ങനെയായിരുന്നു, മോനെ, താടി ആരും വളർത്തേണ്ട ആവശ്യമില്ല, താടി തനിയെ വളർന്നോളൂ. പക്ഷേ മോനെ, നിന്റെ കുടുംബജീവിതം എവിടെയാണ്? നിന്റെ കുടുംബജീവിതം താനെ വളരില്ല, നീ വളർത്തണമെന്ന് ഈ മനുഷ്യനോട് തിരിച്ചിദ്ദേഹം വളരെ ഹാസ്യരൂപേണ മറുപടി കൊടുക്കുകയാണ്. വത്സല്യം വളരെ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ കുടുംബജീവിതം ഒരു കൂട്ടായ്മയായി തീരണം. മൂന്നാമതായിട്ട് ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തിടത്ത്
ഉറപ്പായും വീഴ്ച ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കുടുംബത്തിലെ അകത്ത സന്തോഷം എപ്പോഴും നാം തിരിച്ചറിയണം. അത് ഉണ്ടാകുവാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. രണ്ട് തരത്തിലുള്ളതായ കുടുംബത്തെ നമുക്ക് നന്നായി അറിയാൻ സാധിക്കും. പലപ്പോഴും ഏറ്റവും കൂടുതൽ എന്താ പറയാ, ചില കുടുംബത്തിലും കാണാനായിട്ട് സാധിക്കും ജീവിത പങ്കാളി എപ്പോഴും ദേഷ്യപ്പെടുന്നതായ ഒരു കുടുംബമായിരിക്കും. പക്ഷേ എന്താ പറയാ, പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ച് ദേഷ്യപ്പെടും, ചില കാര്യങ്ങൾ വാങ്ങിക്കാൻ പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. പക്ഷേ അവരുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹമായിരിക്കും. എന്നാൽ പുറം സ്ഥലങ്ങളിൽ വെച്ച് ഏറെ സ്നേഹിക്കുകയും കുടുംബത്തിന്റെ ഉള്ളിൽ സമാധാനമില്ലാത്തതായ കുടുംബങ്ങളുണ്ടാകും. രണ്ടു തരത്തിലുള്ളതായ കുടുംബത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു കഥ എന്നെ ഏറെ ചിന്തിപ്പിച്ചതായ ഒരു കഥ ഈ സമയത്ത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൃഗശാലയിൽ പോയതായ ഭാര്യയും ഭർത്താവും ഏറെ സന്തോഷത്തോടെ ഒരു ഔട്ടിങ്ങിന് പോയത് രണ്ടുപേരും. അവിടെ ചെന്നപ്പോൾ ആദ്യമായി കണ്ടത് ഈ കുരങ്ങുകളൊക്കെ നിൽക്കുന്നതായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ മകൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി തന്റെ ജീവിത പങ്കാളിയോട് പറയുകയാണ്, ഭർത്താവിനോട് പറഞ്ഞു, നോക്കിക്കേ എന്ത് മനോഹരമാണെന്ന് നോക്കി അവരുടെ കുടുംബജീവിതം, ഭാര്യയും ഭർത്താവും തമ്മില് അവര് കളിയും ചിരിയും എന്താ പറയാ വളരെ സന്തോഷമായിട്ടല്ലേ ഇരിക്കണേ. നോക്കിക്കേ എന്താ പറയാ ആ ഭർത്താവ് ഭാര്യയുടെ പേൻ നോക്കുന്നു, അല്ലെങ്കിൽ അവരെ തോണ്ടുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, ഇത്ര മനോഹരമായിട്ട് അവർ ജീവിക്കുന്നു ചോദിച്ചപ്പോൾ ഈ ജീവിത പങ്കാളി ഈ മകളോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നത് ചെയ്യാൻ പറഞ്ഞു. എന്താണ്? ആ കിടക്കുന്ന കല്ലെടുത്തൊന്ന് എറിയാമോ എന്ന് ചോദിച്ചു. ഒരു കല്ലെടുത്ത് ഒന്ന് എറിഞ്ഞു. അപ്പോൾ കണ്ട കാഴ്ച, ഇവിടെ ജീവിത പങ്കാളിയില്ല, കുടുംബമില്ല, ആരുമില്ല, എല്ലാവരും ഇറങ്ങി ഓടി. കുരങ്ങുകളുടെ ജീവിതം അറിയാലോ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എല്ലാം ചിതറി ഓടുന്നതായ രംഗം. ചോദിച്ചു, ഇവിടെ എവിടെയാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം? ചിരിയോടുകൂടി ഒരു പുഞ്ചിരിയോടുകൂടി കടന്നു ചെന്നപ്പോൾ സിംഹങ്ങൾ കിടക്കുന്നതായ ഒരു സ്ഥലം കണ്ടു. ആ സിംഹത്തിന്റെ പൊത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇവള് തന്നെ പറഞ്ഞു, തന്റെ ഭാര്യ തന്നെ പറഞ്ഞു, എന്താ ഒരു സ്നേഹവും ഇല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുമല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും ഈ ജീവിതസഖി പറഞ്ഞു, നീ ആ കിടക്കുന്ന കല്ലെടുത്തൊന്ന് എറിയാമോ എന്ന് ചോദിച്ചു. ഇവളതനുസരിച്ച് ഒരു കല്ലെടുത്ത് ഇങ്ങനെ എറിയാൻ തുടങ്ങിയപ്പോഴത്തേനും, പ്രിയമുള്ളവരെ, ഈ കിടന്നതായ ദമ്പതികൾ, സിംഹങ്ങളുടെ ദമ്പതികളിലെ ഈ ആൺസിംഹം എഴുന്നേറ്റ് ഗർജിച്ചുകൊണ്ട് ആ ദേശം മുഴുവൻ മുഴക്കിക്കൊണ്ട് പിടിച്ച് കടിച്ചു കീറുവാനുള്ള ആ ഗാംഭീര്യത്തോടുകൂടി കടന്നു വരുന്ന രംഗം കണ്ടു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഇതാണ് സ്നേഹം. സ്നേഹം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനുള്ളതല്ല, സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്റെ കുടുംബജീവിതത്തിന്റെ ഉള്ളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് തന്റെ കുടുംബജീവിതത്തിൽ ചേർത്ത് വെക്കുവാനുള്ള ഒന്നാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കുടുംബം നശിച്ചു പോയാലും തന്റെ ജീവിതത്തിന്റെ സ്ഥാനമാനങ്ങൾ നിലനിർത്താം എന്നുള്ളതായ ഒരു ബോധ്യമാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നാലാമതായിട്ട് മത്സര മനോഭാവം ഒഴിവാക്കുക. നമ്മുടെ ജീവിതത്തിലെ മത്സര മനോഭാവം ഒഴിവാക്കി സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും വിവാഹ ശുശ്രൂഷയിൽ ഒരു തിരുമേനിയുടെ പുസ്തകം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെ നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ള സംഭവമായിരിക്കാം. ചെറുപ്പം മുതൽ 1-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച് വളർന്ന് അവരെല്ലാം ഈ ഭാര്യയും കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച് മത്സരിച്ച് പഠിച്ചു വന്നവരാണ്. ഒരു വർഷം ഒരാൾ ഉയർന്ന മാർക്ക് മേടിക്കുമ്പോൾ പിറ്റേ വർഷം മറ്റേ ആൾ ഉയർന്ന മാർക്ക് മേടിക്കും. ഇവരുടെ ജീവിതം അങ്ങനെ മത്സര പഠനങ്ങളിലൂടെ മുന്നേറി രണ്ടുപേരും ഉയർന്ന നിലയിലെത്തി. അവരുടെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞു തുളുമ്പി അവർ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നു. തിരുമേനി പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി, മക്കളെ, നിങ്ങൾ മത്സരിച്ചു പഠിച്ചു, വിജയിക്കുവാൻ വേണ്ടി നിങ്ങൾ മത്സരിച്ചു പഠിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, തിരുമേനി പറയുന്ന വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, ജീവിക്കുവാൻ വേണ്ടി നിങ്ങൾ സ്വയം തോറ്റു പഠിക്കണമെന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അപ്രകാരമായി തീരണം. അവസാനമായിട്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, സമയം അല്പം വൈകി. അവസാനമായിട്ട് നമ്മുടെ കുടുംബത്തിലെ ചേർന്നുള്ള പ്രാർത്ഥന എന്താണ്? ഇന്നത്തെ കുടുംബത്തിലെ മനോഹരമായ ഒരു കാഴ്ച, ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു കാഴ്ചയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലെ? ഒരാഴ്ചത്തെ ഈ തിങ്കൾ മുതൽ സൺഡേ അല്ലെങ്കിൽ ഞായർ മുതൽ പിറ്റേ ശനിയാഴ്ച വരെയുള്ളതായ ദിവസത്തിന്റെ സമയങ്ങൾ എടുത്തു നോക്കുമ്പോൾ 24x8 നോക്കുമ്പോൾ 168 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായ ഒരു സമയമാണ് നമ്മുടെ കുടുംബജീവിതത്തിലുള്ള ഒരാഴ്ചത്തെ സമയം. നമ്മളൊക്കെ ദശാംശം കൊടുക്കുന്നവരാണ്. എന്നാൽ ഈ 168 മണിക്കൂറിന്റെ സമയത്തിൽ നമ്മൾ എത്ര മണിക്കൂർ ദശാംശമായിട്ട് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ നാം മാറ്റിവെക്കുന്നുണ്ട്? നമ്മളൊക്കെ ദശാംശം കൊടുക്കാറുള്ളവരാണ്, അല്ലെ? എന്നാൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും നാം ദശാംശം കൊടുക്കുന്നവരായി തീരണം. ദൈവത്തോട് നന്ദി പറയുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം.
സന്ധ്യ നമസ്കാരവും പ്രഭാത നമസ്കാരവും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നടക്കുന്നതായ പ്രത്യേക പ്രാർത്ഥനകളെല്ലാം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമുക്ക് തയ്യാറാകണം. പ്രിയമുള്ളവരെ, ഒരു ചൊല്ലുണ്ട്, പഴയ ആളുകളൊക്കെ ചൊല്ലാറുണ്ട്, നമ്മുടെ പള്ളിയിൽ പണം എടുത്ത് വീട്ടിലെ പണത്തിന്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ പണം വെന്തു പോകുമെന്ന്. അല്ലെ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയുടെ സമയം എന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദശാംശമായി മാറ്റിവെച്ചിരിക്കുന്നതായ സമയം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അതാ വീട്ടിലെ സമയം വെന്തുപോകുമെന്ന് ഇവിടെ പ്രകാരം എഴുത്തുകാരൻ പറയുന്നുണ്ട്. നമ്മുടെ കൗമകൾ തെറ്റിച്ചാൽ നമ്മുടെ ജീവിതത്തെ പിശാച് തെറ്റിക്കുമെന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് മാറി നിൽക്കാം. കുടുംബത്തിന്റെ പ്രാർത്ഥന, ഉള്ളിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമസ്കാരം മാത്രമല്ല, സ്നേഹമാകുന്ന, കരുണയാവുന്ന, ശുശ്രൂഷ മനോഭാവമാകുന്നതായ ഒരവസ്ഥ നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ സമാധാനമില്ലാതെ, ഭാര്യ ഭർത്താവിനോട് സ്നേഹമില്ലാതെ, ഭാര്യ അമ്മായിയമ്മയോട് സ്നേഹമില്ലാതെ, ഭർത്താവ് അമ്മയോടും അപ്പനോടും സ്നേഹമില്ലാതെ, ഭാര്യയും ഭർത്താവും മക്കളോട് സ്നേഹമില്ലാതെ ഇന്ന് ജീവിച്ചിട്ട് നമ്മൾ ഏത് പ്രസ്ഥാനത്തിൽ എവിടെയെല്ലാം എത്തിച്ചേർന്നാലും ഒരു ഗുണമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഒരമ്മയുടെ ആത്മീയത എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ ആത്മീയതയാണ്. ഒരമ്മയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനയാണ്. ഒരപ്പന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. മക്കൾ ആരെ കണ്ടാണ് വളരുന്നത്? അപ്പോൾ അപ്പനെയും അമ്മയെയും കണ്ടാണ് വളരുന്നത്. അമ്മയുടെ ആത്മീയ നഷ്ടപ്പെട്ടു പോയാൽ മക്കൾ വഴിപിഴയ്ക്കുമെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. നിങ്ങൾ ഈ കാണുന്നതായ രംഗങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ആത്മീയത എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. മക്കൾ വഴിപിഴച്ചാൽ കുടുംബസമാധാനം നഷ്ടപ്പെടും, യാതൊരു സംശയം വേണ്ട. അച്ഛൻ വാക്കുകൾ നിർത്തുകയാണ്. ഈ അല്പസമയം, അരമണിക്കൂർ സമയം നമ്മൾ ചിന്തിച്ചതായ വിഷയം, കുടുംബജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെയും യൗസേപ്പ് പിതാവിന്റെയും ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുകുടുംബം പോലെ നമ്മുടെ തിരുകുടുംബമായി തീരണം. സ്നേഹത്തോടും വാത്സല്യത്തോടും അനുകമ്പയോടും ദൈവത്തെങ്കിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോട് നന്ദിയുള്ള മക്കളായി തീരുവാൻ വിട്ടുവീഴ്ച മനോഭാവത്തോടെ, നല്ല കൂട്ടായ്മയോടുകൂടി, നല്ല പ്രാർത്ഥനയോടുകൂടി ഒരു കൊച്ചു തിരുകുടുംബമായി എല്ലാവർക്കും ചേർന്ന് നിൽക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടുംബജീവിതം സ്വർഗതുല്യമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ എത്രയും ബഹുമാനപ്പെട്ട ബിനിലച്ചൻ നമ്മോട് സംസാരിച്ചു. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അനേക കുടുംബങ്ങൾ ഇന്ന് തകർന്നിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ കാത്തിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, യോബിൻ്റെ പുസ്തകം 1:5 വിരുന്നുവട്ടം തികയുമ്പോൾ ഇയ്യോബ് തൻ്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് ചിന്തിച്ച് തൻ്റെ മക്കളെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി ആ പുരോഹിതൻ അവരെ ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്ത വിധം ബലിയർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കണ്ടോ, മക്കളൊന്നും നഷ്ടപ്പെട്ടു പോകരുത്, അവരെല്ലാം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച കുടുംബനാഥൻ. നമ്മുടെ കുടുംബനാഥന്മാരൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്വർഗതുല്യമാകുമായിരുന്നു, തിരുക്കുടുംബത്തെ പോലെ ആകുമായിരുന്നു. ഹല്ലേലൂയ. കുടുംബങ്ങളെല്ലാം വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവറിയിലെ രക്തം കൊണ്ട് ദൈവമേ എല്ലാ കുടുംബങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് സ്വർഗത്തിൻ്റെ മക്കളാക്കി മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബമാണ്. നമുക്ക് ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ ദമ്പതികളുടെ മാതാപിതാക്കളെയും ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെയും എല്ലാം ഓർക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്ന ദമ്പതികളോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ തിരുമുറിവിലെ സൗഖ്യം മക്കളിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം. അവധിക്കാലം അടുത്തു വരുന്നു.
ഏപ്രിൽ 2, 3, 4 തീയതികളിൽ കുഞ്ഞുങ്ങളുടെ ധ്യാനമാണ്. ഹല്ലേലൂയ. ആ ധ്യാനത്തിലേക്ക് ടീനേജ് മക്കളെല്ലാം പറഞ്ഞയക്കുക. മക്കൾ ദൈവത്തെ അറിയട്ടെ. സോഷ്യൽ മീഡിയയ്ക്ക്, പ്രത്യേകിച്ച് മൊബൈലിന്, ഇൻ്റർനെറ്റിനൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ ശുദ്ധീകരണം പ്രാപിച്ച് മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരാൻ കുഞ്ഞുങ്ങളെ വിദ്യാദർശൻ 2025 ധ്യാനത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. കുടുംബമായി ധ്യാനിക്കത്തക്ക വിധത്തിൽ ഏപ്രിൽ മാസം 9-ാം തീയതി ആരംഭിക്കുന്ന ധ്യാനമുണ്ട്, ആന്തരിക സൗഖ്യ ധ്യാനം. ആ ധ്യാനത്തെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ധാരാളം കുടുംബങ്ങൾ കടന്നു വരട്ടെ. ഹല്ലേലൂയ. ധാരാളം മക്കൾ കടന്നു വന്ന് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവം തമ്പുരാൻ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. മെയ് മാസത്തിൽ കുടുംബ നവീകരണ ധ്യാനവും വിദ്യാരംഭ ധ്യാനവും എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് നയിക്കാനായിട്ട് സമർപ്പിക്കാം. ഈ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള സകല മക്കളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. വലുതും ചെറുതുമായി ശുശ്രൂഷ ചെയ്യുന്നവരെയും ശുശ്രൂഷ ചെയ്തിട്ടുള്ളവരെയും ഇനി ചെയ്യാനിരിക്കുന്നവരെയും എല്ലാം ക്രൂശിൻ തണലിൽ താഴ്ത്തി വയ്ക്കുന്നു. അഭിനയ മാത്യൂസ് മാർ അപ്രയം തിരുമനസ്സുകൊണ്ട് ഹല്ലേലൂയ ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതല നിർവഹിക്കുമ്പോൾ അതോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ആചാര്യന്മാരെയും സിസ്റ്റേഴ്സിനെയും ആത്മായ പ്രേക്ഷിതരെ എല്ലാം താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. അനേകം ആത്മാക്കൾ ഹല്ലേലൂയ ആത്മാക്കളെ കൊയ്തെടുക്കുന്ന ശുശ്രൂഷകൾ ഇവിടെ നിറവേറ്റപ്പെടുവാൻ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ക്രൂശിൻ്റെ ചുവട്ടിൽ താഴ്ത്തി വയ്ക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ബിനിലച്ഛന് വേണ്ടി കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വേല ചെയ്യാനായി ജീവിതം സമർപ്പിച്ച് വിദേശത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം സ്വർഗം ഏറ്റെടുത്ത് ഏറ്റവും ആത്മനിറവിൽ ചെയ്തെടുക്കാൻ അവിടുന്ന് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച ദൂതനായി ദൈവമേ ഞങ്ങൾ വീണ്ടും വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.